വെൽക്കം കണ്ടായിട്ടുള്ള അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല മഴക്കാലമാണല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ പയറ്, പരിപ്പ്, കടല, അതേപോലെ അരി സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചെള്ളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് വരാതിരിക്കാനുള്ള ഒരു കിടിലൻ ഐഡിയ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം ചിരട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ വെള്ളക്കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഉണക്കി വെച്ചേക്കുന്ന ഒരു പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഉണക്കി നല്ല വെള്ളമൊന്നും ഇല്ലാണ്ട് എടുത്തേക്കുന്ന ഒരു ടിന്നെടുക്കുക. അതിലേക്ക് നമ്മുടെ കടല പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളക്കടല കറിയൊക്കെ വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് അതിനകത്ത് കുഞ്ഞു പ്രാണി വരും. അപ്പോൾ അത് വരാണ്ടിരിക്കാനാണ് നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കഷ്ണം ചിരട്ട വെച്ചിട്ട് അങ്ങ് അടച്ചങ്ങ് വെക്കാം കേട്ടോ. പിന്നെ ഒരു പ്രാണിയും ഒന്നും അതിനകത്ത് വരില്ല. അപ്പോൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പ്രാണി അടക്കേ. പിന്നെ അതേപോലെ അടുത്ത് നമ്മൾ ചെറുപയർ, അതും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഉണങ്ങിയ ഒട്ടും ഈർപ്പമില്ലാത്ത ടിന്നെടുക്കുക, അതിലേക്ക് നമ്മുടെ ചെറുപയറിനെ പൊട്ടിച്ച് ഇടുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കഷ്ണം ചിരട്ട എടുത്തിട്ട് അത് അതിനകത്തോട്ട് വെച്ചെടുക്കുക. അപ്പോൾ ചിരട്ട വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈർപ്പമുണ്ടെങ്കിൽ അത് ഈ ചിരട്ട അങ്ങ് വലിച്ചെടുത്തോളും. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് പ്രാണികളൊന്നും കിടക്കില്ല. അപ്പോൾ എപ്പോഴും നല്ല ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ എന്തും അതിനകത്ത് ഇട്ട് വെച്ചിട്ട് ചേച്ചി പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ടും പ്രാണി വരണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പിന്നെ നമ്മൾ കൈ നനവുണ്ടെങ്കിൽ നനവ് വെച്ചിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാളിത് കേടുകൂടാതെ എടുത്തു വെക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ നമ്മുടെ കടല, മറ്റേ കടല, കറുത്ത കടലയില്ലേ, അതെടുത്തിട്ടുണ്ട്. അത് ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, നേരിട്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നേരിട്ടൊരു ചിരട്ടയുടെ കഷ്ണം വെച്ച് കൊടുത്തു. ഇനി ഇത് ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ ഉഴുന്ന് നമ്മൾ പുതിയത് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇതിനകത്ത് കുറച്ച് പഴയത് ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എളുപ്പത്തിന് ഇത് അങ്ങോട്ട് പൊട്ടിച്ച് അതിനകത്തോട്ട് ഇടും. അങ്ങനെ ഇടരുത്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാണില്ല, കണ്ണി പോലും കാണാത്ത ടൈപ്പുള്ള കുനു പെട്ടെന്ന് നമ്മൾ കാണില്ല കേട്ടോ. ഈ നമ്മുടെ പാത്രം തുറക്കുമ്പോഴേ കണ്ടോ കുനുന്നുള്ള ഇതുകൾ ഇങ്ങനെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പുതിയത് ഇടുന്നത് നമ്മുടെ കേടായി പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ മഴയാണല്ലോ, അല്ലെങ്കിൽ വെയിലത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ പാത്രം ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഉഴുന്നിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നൈസായിട്ട് അതങ്ങ് ചൂടാവും. ഭയങ്കര തീ ഓഫ് ചെയ്യണം കേട്ടോ. പാത്രം ചൂടാക്കി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ ഇതൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഉഴുന്നങ്ങ് ചൂടായിക്കോളും. ചൂടാറിയതിന് ശേഷം ഇതേപോലെ തന്നെ ഈർപ്പം ഒന്നും ടിന്നിനകത്തോട്ട് ഇട്ട് വെച്ചിട്ട് നമ്മുടെ ചിരട്ടയും കൂടി ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതേ നമ്മുടെ ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ ഭരണിക്കകത്ത് ഇടുമ്പോൾ അതിനകത്ത് സ്പൂണൊക്കെ ഇടാന്ന് പറഞ്ഞാൽ വലിയ പണിയാണല്ലേ. നമുക്കത് ആ കൈ കൊണ്ട്, ചിലർക്ക് കൈയളവായിരിക്കും. അപ്പോൾ കൈ കൊണ്ട് എടുത്തിട്ട് അങ്ങ് ഇടുമ്പോഴാണ് ആ ഒരു കറക്റ്റ് അളവും പെട്ടെന്ന് തിരക്കൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് എളുപ്പം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഉപ്പിന് ഇങ്ങനെ ഈർപ്പം ഭയങ്കര ഇങ്ങനെ നനഞ്ഞ് വരും. നനഞ്ഞ് വരാതിരിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഐഡിയയാണ്. ഒരു ചിരട്ട കഷ്ണം അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതേപോലെ തന്നെ അരി അതിൽ നമുക്ക് വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി എടുക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്കൊന്നിനും പറ്റുന്നില്ല. അപ്പോൾ മേടിച്ചു കൊണ്ട് വന്ന് കഴിയുമ്പോൾ തന്നെ ആ പാത്രത്തിനോട്ട് അപ്പം തന്നെ ഇട്ട് വെക്കാം കേട്ടോ, നല്ല ടൈറ്റ് കണ്ടെയ്നറിലോട്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു വലിയ കഷ്ണം ചിരട്ട എടുത്തിട്ട് അത് അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു എന്തെങ്കിലും ഈർപ്പം കാര്യങ്ങളൊക്കെ തട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് വലിച്ചെടുത്തോളും. പിന്നെ നമ്മൾ എടുക്കുമ്പോഴും കയ്യിൽ വെള്ളമില്ലാണ്ട് ഒരു അളവ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് കൂടുതലും അരി എടുക്കാൻ നോക്കുക, ഒട്ടും വെള്ളമാവാണ്ട് കേട്ടോ. ഇനി അടുത്തത് പച്ചരി എങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ചാലും എന്താണെന്ന് വെച്ചാൽ അത് ഇത്തിരി ഈർപ്പം കൂടുതലുള്ള ഐറ്റമാണ് ഈ പച്ചരി എന്ന് പറയുന്നത്. അതാണ് പെട്ടെന്ന് അതിനകത്ത് പുഴുക്കെട്ടും ചെള്ളും കാര്യങ്ങളൊക്കെ വരുന്ന പ്രാണികൾ. അപ്പോൾ ഇന്ന് അത് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ചിരട്ട ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1-2 സാധനങ്ങൾ ഇട്ട് കൊടുത്താണ്ടല്ലോ ഒത്തിരി നാളിരുന്നോളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ ചൂടാക്കി എടുക്കുക പച്ചരി. എന്നിട്ട് അതിലേക്ക് വെയിലുണ്ടെങ്കിൽ കേട്ടോ ചൂടാക്കി എടുത്തതിന് ശേഷം ചിരട്ട വെച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് 3-4 ഉണക്കമുളകും, അതേപോലെ തന്നെ മഞ്ഞൾ ഉണക്കി നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഒരു പ്രാണിയും വരില്ല കേട്ടോ. മറ്റു പുഴുക്കെട്ടോ കുത്തോ ഒന്നും ചെയ്യില്ല. എത്ര നാൾ വേണമെങ്കിലും അടിപൊളിയായിട്ട് ഇരുന്നോളും. ഇനി നമ്മളിതാ ചിരട്ട വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചിരട്ടേനെ കത്തിച്ചിട്ട് പൊടിച്ചിട്ട് നമുക്ക് അതിൻ്റെ കരി എടുക്കാം കേട്ടോ. ഇനി അത് വെച്ചിട്ടാണ് നമ്മുടെ കുറച്ച് പണികൾ. ഇനി അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു മാസ്കാണ് കേട്ടോ നമ്മുടെ ഇതെന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ കൈമുട്ട്, കാൽമുട്ട് അവിടങ്ങളിലൊക്കെ ഈ ചെറിയ കാര പോലെയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല
അടിപൊളിയായിട്ട് പോയി കിട്ടും. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഞാനിപ്പോൾ നേരില്ലാത്ത കാരണം കൊണ്ടാണ് ഫേസിൽ കാണിക്കാത്തത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൈമിട്ട് കാണിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ചില്ല് ഗ്ലാസ്സിന് ആ ഒരു ഗ്ലാസിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ പോയി ഒന്ന് മങ്ങിയിരിക്കണ്ടാവും അല്ലേ. അപ്പോൾ വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ചിരട്ടക്കരി പൊടിച്ചതിൽ അത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് അങ്ങ് തേക്കണം കേട്ടോ. കഴുകിയെടുക്കുന്ന പോലെ തന്നെ അതിന് പകരം ലോഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ ഇതിട്ട് ഒന്ന് ഉരച്ചങ്ങ് എടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ഇതിൻ്റെ മങ്ങിയത് കളയാനായിട്ട് നമ്മൾ വിനാഗിരിയൊക്കെ ഇതാക്കാറുണ്ടല്ലേ. അപ്പോൾ അതിന് വിനാഗിരി, ലോഷൻ, ബേക്കിംഗ് സോഡ ഇതൊന്നും വേണ്ടതാ. ചിരട്ട കുറച്ചങ്ങ് കത്തിച്ചത് ആ കരി ആക്കിയങ്ങ് വെച്ച് കഴിഞ്ഞ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി അങ്ങ് എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ നല്ല പുത്തതിപ്പം മേടിച്ച ഗ്ലാസ് പോലെ ഇരിക്കും കേട്ടോ. നല്ല ഗ്ലേസിങ്ങോട് കൂടി അതിൻ്റെ ആ ഒരു മൂടലും കാര്യങ്ങളൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ അല്ലേ. കുറച്ചങ്ങ് കരി അങ്ങ് പൊടിച്ചങ്ങ് വെച്ചാൽ മതി. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പൊടിക്കുമ്പോൾ നല്ല നൈസായിട്ട് പൊടിച്ച് വെക്കണം കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സുകൾ, പാത്രങ്ങൾ കുറച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനൊരു വൈറ്റ് കളറൊക്കെ ഇതുകൾ വന്ന് ഒരു മങ്ങിയ പോലെയാവും. അപ്പോൾ ആ മങ്ങലൊക്കെ മാറ്റി നമുക്ക് പുത്തനായിട്ട്, അപ്പോൾ എപ്പോഴും നമ്മുടെ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ നല്ല പുത്തനായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി പോലെയാണല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നല്ലപോലെ പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പം നല്ല നൈസ് പൊടിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇത്തിരി തരിയായിട്ടുള്ളതാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോൾ അതായത് തേക്കുമ്പോൾ അതുമ്പോൾ പാടുകൾ വരും സ്റ്റീലിൻ്റെ ഒക്കെ ആകുമ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നല്ല നൈസ് പൊടി എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ഇത്തിരി ഇതായി വന്നപ്പോൾ ഞാനിത് അതൊന്നെടുത്ത് സ്ക്രബ് ചെയ്ത് അപ്പം തന്നെ തേച്ച് പിടിപ്പിച്ച് വെക്കൊന്നും വേണ്ട. അപ്പം തന്നെ ഇതാ വാഷ് ചെയ്യുമ്പോൾ തന്നെ കാണാം അതിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടാൽ നല്ല പുത്തനായിട്ട് വരുന്നില്ലേ. അപ്പോൾ ഇനി അതേപോലത്തെ ഒരു പ്രശ്നമാണ് നമ്മുടെ ചായക്കപ്പ്. അതായത് സെറാമിക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന്, വൈറ്റൊക്കെ ആണെങ്കിൽ പറയണ്ട, പെട്ടെന്ന് തന്നെ കറയൊക്കെ പിടിക്കും അല്ലേ. അപ്പോൾ ഉള്ളിൽ കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കളയാനായിട്ട് നമ്മൾ മുമ്പും ഇരുമ്പും പുളിയും ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൈക്ക് ഭയങ്കര ഇതുകളൊരു വിനാഗിരി ആയാലും ബേക്കിംഗ് സോഡയൊക്കെ ചിലർക്ക് കൈ കൊണ്ട് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ കുറച്ച് നമ്മുടെ ചിരട്ടക്കരി അങ്ങ് പൊടിച്ചങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുക. ഇതേപോലെ ഒന്ന് തേച്ചങ്ങ് പിടിപ്പിച്ച് അപ്പം തന്നെ കഴുകി കളയുമ്പോൾ തന്നെ ഫുള്ളും അതിൻ്റെ കറയും ചായക്കറയൊക്കെ പോയിണ്ടാവും കേട്ടോ. അപ്പോൾ ആ കുത്ത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്പുകൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്പുകളാണെന്ന് വിചാരിക്കുകയാണ്. മഴക്കാലമൊക്കെയാണ്, അപ്പോൾ നമ്മുടെ പൾസസും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അരി ആയാലും ഒക്കെ. അപ്പോൾ ഇതേമാതിരി നമുക്ക് ഒരു 2 ചിരട്ട നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും. അതായത് ഇങ്ങനത്തെ കുറച്ച് ക്ലീനിങ് പരിപാടികളായാലും നമ്മുടെ പരിപ്പ് കടല സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തു വെക്കാനും ഒക്കെ നല്ലതാണല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടാം. അതേപോലെ തന്നെ ഈ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതിലും കിടലൻ ടിപ്പുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിഡ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ.